ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യർ അനുഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു വേദനപ്പെടുത്തുന്ന ഉദാഹരണമാണ് വയനാട്ടിൽ അടുത്ത കാലത്ത് സംഭവിച്ചത്. ഒരുപക്ഷെ 50കളിലും 60കളിലും നടന്ന കുടിയേറ്റം ഒരു പാവപ്പെട്ട ജനതയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ കാട്ടിലേക്ക് കയറി ഓരോരുത്തർക്കും കിട്ടിയ 5-6 ഏക്കർ ഒരു മരങ്ങളെല്ലാം വെട്ടിമാറ്റി പകരം അവരുടെ കൃഷി നടത്തി ജീവിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രകൃതിയെ സംബന്ധിച്ചു നമ്മുടെ മനുഷ്യൻ പ്രകൃതിക്ക് പുറത്താണെന്നൊരു തോന്നൽ വെച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കാൻ കണ്ടിട്ടില്ല. നമ്മളും പ്രകൃതിയും എന്ന് സംസാരിക്കും. നമ്മളാണ് പ്രകൃതി, പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഈ 60കളിലും 50കളിലും കാട് മുഴുവൻ മുറിച്ച് മാറ്റുമ്പോൾ അവിടെ ഈ വലിയ വലിയ മരങ്ങളുടെ വേരുകൾ പിന്നെ ഒരുപക്ഷെ 20-30 കൊല്ലം എടുത്തിട്ട് ദ്രവിച്ചു പോകുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ കുഴികളുണ്ട് ഈ കാട്ടിനുണ്ട്, ഈ പ്രദേശത്ത്. ഈ കുഴികളിൽ പിന്നീട് പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം വഴി ടണലുകൾ രൂപപ്പെടുകയും ഇതിനകത്ത് ഒരുപക്ഷെ ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് 500-600 മില്ലിമീറ്റർ മഴ പെയ്യുമ്പോൾ അതിനകത്ത് കളക്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കിലോഗ്രാം 10,000-കണക്കിന് ടൺ ഭാരം വരുന്ന ഈ ഭാരം താങ്ങാൻ ആ മരഞ്ചരിവിന് താങ്ങാതെ വരുമ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വരികയും ഒരുപക്ഷെ 60-80 കുടിയേറിയിരുന്നവരുടെ 3ാം തലമുറയിൽപ്പെട്ട ഇന്നത്തെ ആ പാവപ്പെട്ട ആൾക്കാർ അവരെല്ലാം ഇന്നസെൻ്റാണ്. പക്ഷേ എന്നോ നടന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടത്തി കുറ്റപ്പെടുത്തരുത്. നേരെ മറിച്ച് അന്ന് ഇതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തൊരു കാലത്ത് മരങ്ങൾ വെട്ടിമാറ്റി നമ്മൾ കൃഷി ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ഒരു ദുരന്തത്തിന് ഇന്ന് പ്രകൃതി തരുന്ന ഒരു തിരിച്ചടിയായി മാത്രമേ എനിക്കിതിനെ കാണാനുള്ളൂ. ഇതൊരു നമ്മളൊരു പാഠമായി വെച്ചാൽ പ്രത്യേകിച്ച് കേരളം പോലെ ഏതാണ്ട് ഒരു 60-70% കുന്നുകളും ചരിവുകളുമായിരിക്കുന്ന കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത ശൈലിയിൽ ഒരു മാറ്റാൻ വരുത്താൻ സമയമായി എന്നുള്ള ഒരു പ്രധാന മെസ്സേജാണ് വയനാടും അതിനു മുമ്പുള്ള പുത്തുമലയും വെട്ടിമുടിയും നമ്മുടെ അമ്പൂരിയൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അത് ജനങ്ങൾ ഇതിനകത്ത് ഭരണാധികാരികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് പണ്ട് നടന്ന ഒരു കാര്യത്തിൻ്റെ ഇന്നത്തെ റിയാക്ഷൻ അത് ഇനിയും സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ അല്പം കരുതലോടുകൂടി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള ഒരു സമയമായി എന്ന് മാത്രമേ എനിക്ക് പറയാം. വ്യത്യസ്തമായ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് നമ്മളിന്ന് ഇവിടെ കാണുന്നത്. സാധാരണ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിലും വരുന്നത് പ്രകൃതിയുടെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെയോ സൗന്ദര്യത്തിൻ്റെ ചിത്രങ്ങളായിരിക്കും. മനുഷ്യൻ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഇത്തരം ദോഷങ്ങളും കൂടെ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ളത് സമൂഹത്തെ കാണിക്കുമ്പോഴാണ് നമുക്കൊരു റെസ്പോൺസിബിൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് പോകുന്നത്. അത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ അടുത്ത കാലത്ത് നടന്ന ഒരു ശുചീകരണ തൊഴിലാളി മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ ഈ ചർച്ചകൾ വരുന്ന സമയത്താണ് മീഡിയ ലൈറ്റ്സിൽ ഇത്തരത്തിലൊരു ആശയം വരുന്നതും അവർ അതിനുവേണ്ടി ഒരു 3 ദിവസം 4 ദിവസത്തെ പ്രയത്നത്തിൽ മാത്രം ഇത്രയും ചിത്രങ്ങൾ കിട്ടിയെങ്കിൽ ഒരുപക്ഷെ ഒരു 3 മാസം 6 മാസമോ നീണ്ടു നിൽക്കുന്ന ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റിലായിട്ടാണ് ഇത് പോകുന്നതെങ്കിൽ എത്രമാത്രം ശക്തമായ ചിത്രങ്ങൾ നമുക്ക് സമൂഹത്തിന് കാണിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലൂടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ സർക്കാരിനെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് ഇതൊരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയുള്ള എക്സിബിഷൻ. കാരണം ഈ മാലിന്യങ്ങൾ മുഴുവൻ നമ്മൾ തന്നെ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ആ ഒരു മെസ്സേജ് എത്തിക്കുക. അത് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത് എത്തേണ്ടത് ഭാവി തലമുറ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മുമ്പിൽ ഈ ചിത്ര പ്രദർശനം ഒരുക്കുന്നത്. മറ്റൊന്നെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ഈ എക്സിബിഷൻ എത്തിച്ചു ഇത്രത്തോളം കുട്ടികളെ ഈ ഒരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്നു, അത്രത്തോളം നമ്മുടെ സമൂഹത്തെ നന്നാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം.
ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.